ഷിരൂരിൽ നിന്നും കാണാതായ മലയാളികളുടെ പ്രിയപ്പെട്ട അർജുൻ്റെ വാർത്തയാണ് ഓരോ ദിവസവും നമ്മൾ കാത്തിരിക്കുന്നത്. ഇപ്പോൾ പുതിയ വാർത്തകൾ കിട്ടി ഓരോരുത്തരും അതിൻ്റെ പിന്നാലെ പോവുമ്പോൾ തന്നെ എല്ലാവർക്കും വളരെ അധികം വിഷമമുണ്ട്. ഇപ്പോൾ ഇതാ ഷിരൂരിൽ നിന്നും കൂടുതൽ വിഷമ വാർത്തകളാണ് പുറത്തു വരുന്നത്. കർണാടകയിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചതിൽ പ്രതിഷേധിച്ച് ലോറി സമരം ഉൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾ ആരംഭിക്കണമെന്ന് ലോറി ഉടമ മനാഫ്. ഇത്രയുമധികം സൂചനകൾ ലഭിച്ചിട്ടും അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ അവസാനിപ്പിച്ചതിൽ വളരെ അധികം സങ്കടമുണ്ട് എന്നവർ കൂട്ടിച്ചേർത്തു. നിലവിൽ യാതൊരുവിധ തിരച്ചിലും നടത്തുന്നില്ല എന്നതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു കാര്യം. തിരച്ചിൽ നടത്താൻ ഈശ്വർ മൽപേക്ക് സർക്കാർ അനുമതി നൽകുന്നില്ല. ഡ്രെഡ്ജർ എത്തിക്കുന്ന കാര്യത്തിൽ കേരള കർണാടക ഗവൺമെന്റ് അലംഭാവം കാണിക്കുകയാണ് എന്ന് മനാഫ് പറയുന്നു. അർജുനെ കണ്ടെത്താൻ തിരച്ചിലിനാവശ്യമായ ഡ്രെഡ്ജർ എത്തിക്കാൻ 1 കോടി രൂപ വേണമെന്ന കാര്യത്തിൽ കേരള കർണാടക ഗവൺമെന്റ് മൗനം പാലിക്കുന്നു. പിന്നെ എന്തിനാണ് ദുരിതാശ്വാസ ഫണ്ട്, ഡിസാസ്റ്റർ ഫണ്ട് എന്നൊക്കെ പറയുന്നത്? ലോറിയിൽ ലോഡ് കൊണ്ടുപോകുന്നതിൻ്റെയൊക്കെ ടാക്സ് കർണാടകക്കല്ലേ കിട്ടുന്നത്? എന്നിട്ട് 3 മനുഷ്യർ ആ മണ്ണിനടിയിൽ കിടന്നിട്ട് യാതൊരു പരിഗണനയും കാണിക്കാതെ തികച്ചും അവഗണിക്കുകയാണ് എന്ന് മനാഫ് പറയുന്നു. മനാഫ് സംസാരിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ കൂടുതൽ പേർക്കും ഇതിൽ പങ്കുണ്ടെന്നും ഇതിന് പിന്നിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നും ഇതിൽ അന്യായമായ പലതും സംഭവിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാവുന്നുണ്ട്. സമര പരിപാടികളിലേക്ക് തിരിയാനാണ് നീക്കം. ചേംബർ ഓഫ് കൊമേഴ്സ്, DNA എന്നീ സംഘടനകളുടെ നേതൃത്വത്തിൽ തുടർ നടപടികളെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്നു. ഇപ്പോൾ യാതൊരു തിരച്ചിലും നടക്കുന്നില്ല. സർക്കാർ കോടതിയിൽ നൽകിയത് തെറ്റായ വിവരങ്ങളാണ്. പുഴയിലെ ഒഴുക്ക് അപകടാവസ്ഥയിലാണ്. 0 വിസിബിലിറ്റിയാണ് ഉള്ളത്. കാലാവസ്ഥ മോശമാണ്. ഈശ്വർ മൽപേക്ക് തിരച്ചിൽ തുടരാൻ ബുദ്ധിമുട്ടുണ്ട് എന്നെല്ലാമാണ് റിപ്പോർട്ടിൽ നൽകിയത്. നിലവിൽ നേതൃത്വം നൽകുന്നവരെ കോടതി ഇടപെട്ട് മാറ്റി പുതിയ സംഘത്തെ ഏൽപ്പിക്കണം. കലക്ടറെയും SBയെയും സംശയമുണ്ട്. മണ്ണിടിച്ചിലുൾപ്പെടെ മറ്റ് അപകടങ്ങൾ നടന്നതായി വിവരങ്ങൾ പറയുന്നു. അത് പുറത്തു പറയുകയോ അതിന് അന്വേഷണം നടക്കുകയോ ചെയ്തിട്ടില്ല. അർജുനെയും മറ്റു 2 പേരെയും കിട്ടുക എന്നതാണ് ഏറ്റവും വലിയ ലക്ഷ്യം. അതിനാലാണ് മറ്റു കാര്യങ്ങൾ അന്വേഷിച്ചു പോവാത്തത്. ഇവർ ആദ്യം മുതലേ രക്ഷാപ്രവർത്തനം തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ശരിയായ സ്ഥലമല്ല തിരച്ചിൽ നടത്താൻ പറയുന്നത്. വണ്ടി വെള്ളത്തിനടിയിലുണ്ടെന്ന് ഈശ്വർ മൽപേ പറഞ്ഞതോടുകൂടി തിരച്ചിൽ നിർത്തിവെപ്പിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ വെള്ളത്തിലിറങ്ങാൻ സമ്മതിച്ചില്ല. അധികൃതർ പറഞ്ഞ സ്ഥലമല്ല ഈശ്വർ മൽപേ തിരഞ്ഞത്, ശരിയായ സ്ഥലത്ത് തിരഞ്ഞു. അതോടെയാണ് തിരച്ചിൽ നടക്കുന്നതിൽ നിന്ന് മൽപേയെ തടഞ്ഞത്. തിരച്ചിൽ നടത്തിയ സ്ഥലത്തു നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് ഒപ്പിട്ടു നൽകാൻ അധികാരികൾ മൽപേയോട് ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ തിരച്ചിൽ പൂർണ്ണമായും അവസാനിപ്പിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ ഒപ്പിടാൻ ഈശ്വർ മൽപേ തയ്യാറായില്ല. സൈന്യം ഉൾപ്പെടെയുള്ളവർ നേരത്തെ തന്നെ തിരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. കേരളത്തിൽ ചെറിയ തുകയ്ക്ക് ഡ്രെഡ്ജർ നൽകാൻ നിരവധി പേരുണ്ട്. ബാക്കി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടത് കേരള സർക്കാരാണ്. ഇക്കാര്യത്തിൽ അലംഭാവം കാണിച്ചു വരികയാണ്. മന്ത്രി മുഹമ്മദ് റിയാസ് ഷിരൂരിലെത്തി ഡ്രെഡ്ജർ യന്ത്രം നൽകാമെന്ന് അറിയിച്ചതോടുകൂടി കർണാടക സർക്കാർ ഈ കാര്യം കേരളത്തിൻ്റെ തലയിലിട്ടു. എന്നാൽ അനുവദിക്കാമെന്ന് പറഞ്ഞ യന്ത്രം ഷിരൂരിൽ നിന്നും മണ്ണ് നീക്കാൻ സാധിക്കുന്നതല്ല. ഇതോടെ ഡ്രെഡ്ജറിൻ്റെ കാര്യത്തിൽ തീരുമാനവും ഉണ്ടായിട്ടില്ല. ഷിരൂരിൽ ഡ്രഡ്ജിംഗ് നടത്താൻ സാധിക്കുന്ന യന്ത്രം കേരളത്തിലെ സ്വകാര്യ വ്യക്തികളുടെ കയ്യിലുണ്ട്. അവരിൽ പലരും വിട്ടു നൽകാനും തയ്യാറാണ്. എന്നാൽ സർക്കാർ തലത്തിൽ യാതൊരു നടപടിയും ഉണ്ടാവുന്നില്ല എന്ന് വേണം പറയാൻ. യൂട്യൂബ് ചാനലിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് ഈശ്വർ മൽപേ മുന്നോട്ട് പോകുന്നത്. ഷിരൂരിലും കേരളത്തിലും പ്രത്യക്ഷ സമരം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നുമുണ്ട്. പ്രധാനമായും ലോറി സമരമാണ് ഉദ്ദേശിക്കുന്നത്. അർജുനെയും മറ്റു 2 പേരെയും കണ്ടെത്താൻ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ലെങ്കിൽ അവർ പറയട്ടെ, ഉത്തരവാദിത്തങ്ങൾ ഞങ്ങൾക്ക് വിട്ടുതരട്ടെ, ഞങ്ങൾ അത് ഭംഗിയായി ചെയ്തുകൊള്ളും എന്നാണ് മനാഫ് പറയുന്നത്. എൻ്റെ ലോറിയിൽ കള്ളക്കടത്ത് പണമുണ്ടെന്നും ചന്ദനമുണ്ടെന്നൊക്കെ പറയുന്നവരുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ അർജുനെ കണ്ടെത്തുന്നതിൽ നിന്ന് പിന്മാറുകയല്ലേ ഞാൻ ചെയ്യുക? അത് കണ്ടെത്തിയാൽ ഞാനല്ലേ കുടുങ്ങാൻ പോകുന്നത്? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അർജുനെ കണ്ടെത്തുക എന്നുള്ളതാണ് പ്രധാനം. അവൻ എൻ്റെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ്. അങ്ങനെയുള്ള ഒരാളാണ് ഇപ്പോൾ മണ്ണിനടിയിലുള്ളത്. അവനെ കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ ഉത്തരവാദിത്തമാണ്. അവനെ മാത്രമല്ല, കാണാതായ മറ്റു 2 പേരെയും. ഒരു ഫാമിലിയിൽ 4 പെണ്ണുങ്ങളാണുള്ളത്. അവരുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അത്രയും മോശം സിറ്റുവേഷനിലൂടെയാണ് അവർ കടന്നു പോകുന്നത്.
എത്രയും പെട്ടെന്ന് അർജുനെയും അവർ രണ്ടുപേരെയും കണ്ടെത്തണം. എന്നാലേ സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പറ്റുകയുള്ളൂ എന്ന് മനാഫ് പറയുന്നു.